എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ്. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. എന്റെ സിന്ധു കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ നല്ല റെപ്യൂട്ടഡ് ഫാമിലിയിലെ ഒരു അംഗമാണ്. കൃഷ്ണകുമാറുമായിട്ടുള്ള വിവാഹം തന്നെ അവരുടെ വീട്ടുകാരുടെ അർദ്ധസമ്മതത്തോടെ കഴിഞ്ഞതാണ്. വിവാഹം കഴിഞ്ഞവർക്ക് 4 കുട്ടികളുണ്ടാവുന്നു. അവർ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സകല സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇടയ്ക്കൊക്കെ സിന്ധു കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാർ ഇടയ്ക്ക് വിവാദങ്ങളിൽ പെടാറുണ്ട്. എന്തായാലും ആ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡിജിറ്റൽ ഇൻകം അവരുടെ ഈ സോഴ്സുകളിൽ നിന്ന്, അതായത് ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇവിടെ നിന്നൊക്കെയുള്ള ഇൻകം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ്. അപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നു. പ്രത്യേകിച്ച് സിന്ധു കൃഷ്ണകുമാർ, ഞാൻ പറഞ്ഞല്ലോ, അവർ റെപ്യൂട്ടഡ് ഫാമിലിയിലെ അംഗമായതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പങ്കുവെക്കാറുണ്ട്. എന്തായാലും സിന്ധു കൃഷ്ണകുമാറിൻ്റെ ഒരേ ഒരു അനിയത്തിയാണ്. ആ അനിയത്തിയുടെ മകളാണ് തൻവി. തൻവിയെ പറ്റി പറയുമ്പോൾ തൻവിയുടെ അച്ഛനും അമ്മയും തൻവി ജനിച്ച് അധികം താമസിയാതെ തന്നെ വേർപിരിയുന്നു. അച്ഛന് വേറൊരു ഫാമിലി ഉണ്ടാകുന്നു, അമ്മയ്ക്ക് വേറൊരു ഫാമിലി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അനാഥയായ പോലെ തൻവി ഒറ്റപ്പെട്ടപ്പോൾ അവളെ ഏറ്റെടുത്ത് വളർത്തിയത്, ചെറിയ കുഞ്ഞിൽ തന്നെ വളർത്തിയത് അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അതായത് ഈ സിന്ധു കൃഷ്ണകുമാറിൻ്റെ അച്ഛനും അമ്മയും. സിന്ധു കൃഷ്ണകുമാറിൻ്റെ ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് വിദേശത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. തൻ്റെ ഹാർഡ് വർക്കിലാണ് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയത് അത്രയും. ഞാനിത് പറഞ്ഞത് അവരുടെ ആ കുടുംബ സ്വത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പാരമ്പര്യമായിട്ട് വന്നു ചേർന്നതല്ല, സ്വയാർജിതമായിട്ടുള്ള സ്വത്താണ്. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. എന്തായാലും തൻവി ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. തൻവി ഇത്ര നാൾ നമ്മൾ കാണുമ്പോഴൊക്കെ അവർ കാനഡയിലാണ്. കാനഡയിൽ അവർ നല്ലൊരു ജോലിയാണ്. തുടക്കത്തിൽ അവർ സ്റ്റുഡൻറ്റ് വിസയിൽ കെയർ ടേക്കറായിട്ട് വയസ്സായവരെ നോക്കുന്ന ജോലിയായിട്ട് പോയി. പിന്നെ അതിൽ തന്നെ അവർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തന്നെ ഒരു മാനേജ്മെൻറ്റ് പോസ്റ്റിലേക്ക് തന്നെ അവർ ഉയർത്തപ്പെട്ടു. നല്ല സാലറി ഉണ്ട്. അപ്പോൾ കാനഡിയൻ പൗരത്വം ഈ അടുത്ത കാലത്താണ് അവർക്ക് കിട്ടിയത്. അങ്ങനെ എല്ലാ വിശേഷങ്ങളും അവർ വിദേശത്ത് നിന്ന് പങ്കുവയ്ക്കാറുണ്ട്. അവരുടെ ഒരു ദാമ്പത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹസ്ബൻഡും അവരുമായിട്ട് കുറച്ച് അകൽച്ചയിലായിരുന്നു ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനശേഷം. രണ്ടാമത് ആ കുഞ്ഞ് ഇത്തിരി കൂടി വലുതായപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി അവർ ഒത്തുചേരുന്നു. അവർക്ക് രണ്ടാമതൊരു കുഞ്ഞു കൂടി ജനിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തൻവി ഒരു വീഡിയോ ഇടാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ അവരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ പിന്നെ അവരെ വിളിക്കുമ്പോൾ വരാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അവസാനം ഞാൻ മറ്റേ പ്രഗ്നൻ്റ് ആയ സമയത്ത് അപ്പൂപ്പൻ മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും അപ്പം ഞാൻ അപ്പൂപ്പ ചുമ്മാ അപ്പൂപ്പ ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, നിങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുണ്ടല്ലോ. ഇതിൽ തൻവി ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അപ്പൂപ്പന് വേണ്ടി അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞാലും അപ്പൂപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നിങ്ങൾ വാ, നിങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും വരട്ടെ, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെ ആ സമയത്തൊന്നും ഇവരുടെ സ്വത്ത് ആർക്ക് എന്നുള്ളതിനെ പറ്റി ഒരു കൺഫർമേഷൻ ഇല്ല. ഒരു പക്ഷേ തൻവിക്ക് മാത്രമാണ് സ്വത്തെന്നോ അല്ലെങ്കിൽ ഇത് സിന്ധുവിനും എല്ലാവർക്കും കൂടി പങ്കുവയ്ക്കപ്പെടുമെന്നോ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പൂപ്പ വിളിച്ചപ്പോൾ അതേ സ്പോട്ടിൽ എത്താനായിട്ട് അവർക്ക് അത്ര സമ്മതം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. സ്വത്ത് എന്നുള്ളത് വലിയൊരു ഘടകമാണ്. എന്തായാലും അവരുടെ മാനുഷികമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ ആ അപ്പൂപ്പനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനുള്ളൊരു മനസ്സാക്ഷിയെങ്കിലും ആ മകളുടെ മകൾ കാണിച്ചു എന്നുള്ളതാണ്. എന്തായാലും അവരെ അപ്രതീക്ഷിതമായിട്ട് ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അവർക്ക് കുറ്റബോധം വന്നു തുടങ്ങി. കാരണം ഇങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ അവനവൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ട് ഇനി അമ്മൂമ്മയ്ക്കും അത് ആവർത്തിച്ചാലോ എന്നുള്ളൊരു സങ്കടം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ അവർ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനെപ്പറ്റി. അപ്പോൾ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിംഗ് ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ, ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി.
എനിക്ക് ആരെടുത്തരും ഇല്ല എന്നത്തെ ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോകും, ഓടാൻ പോകും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അപ്പൂപ്പൻ്റെ മരണശേഷം അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ മരണത്തിന് മുമ്പ് വരാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു കുറ്റബോധം അവരെ മരണശേഷം വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു. ഏകാഗിയായിട്ടുള്ള അമ്മൂമ്മയുടെ ഇങ്ങനെയുള്ള വീഡിയോ കോള് എങ്ങനെ വിദേശത്തിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഇവരെ വളർത്തി വലുതാക്കിയത് ഇവരാണ്. കാര്യം അവിടെ ഹോം നേഴ്സ് ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഈ വയസ്സുകാലത്ത് അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് മകളുടെ മകളായിട്ടുള്ള അല്ലെങ്കിൽ അധികം പ്രായം പോലും ഇല്ലാത്ത ആ കുട്ടിക്ക് തോന്നി. അവർ നാട്ടിലേക്ക് വരാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. ഇനി ഒരു കാര്യം കൂടി, ഈ അമ്മ താമസിക്കുന്ന ഈ ആരുമില്ല, എനിക്കൊരു ഫോൺ ചെയ്യാൻ പോലും ആരുമില്ല എന്ന് അമ്മ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അമ്മ താമസിക്കുന്ന വീടിൻ്റെ ഒരു കയ്യകലത്താണ് മൂത്ത മകള് സിന്ധു കൃഷ്ണയും ഫാമിലിയും അവരുടെ മക്കളുടെ മക്കളായി ഇപ്പോൾ ഒരു കുട്ടിക്ക് അവർക്ക് കുട്ടിയായി. അങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള വലിയ കുടുംബം താമസിക്കുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് അവർ ഡാൻസ്, പാട്ട്, റീല്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എൻജോയ്മെൻറ്റ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി സിന്ധു കൃഷ്ണയുടെ ഒരു വിവാഹ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. അതിൽ അവരിട്ടിട്ടുള്ള ആഭരണങ്ങൾ നോക്കൂ. അവരെ വെറുതെ വീട്ടിൽ നിന്ന് വീടേ ഒന്നുമല്ല, അവരെ ഇത്രയും സർവാഭരണ വിഭൂഷിതയായിട്ടാണ് അവർ ആവശ്യപ്പെട്ട വിവാഹം ഈ പാരൻസ് നടത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം സ്നേഹം ഉണ്ടാവും അല്ലേ ഈ പാരൻസിന്. എന്തായാലും എന്തുകൊണ്ട് തൻവി ഹറിബറിയായിട്ട് ഇവിടെ എത്തി, അതായത് സബ്സ്ക്രൈബേഴ്സിനോട് പോലും ഹിൻഡ് പോലും കൊടുക്കാതെ ഇന്നലെ കാനഡയിൽ നിന്ന് വീഡിയോ ചെയ്ത ആള് ഇന്ന് ഇന്ത്യയിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഹറിബറിക്ക് കാരണം എന്ന് തൻവി പറയുന്നുണ്ട്. നീ മണ്ടത്തരോ കാണിച്ചാൽ വിട്ടിട്ട് വന്നേ. അപ്പോൾ ഒരു ഫോട്ടോ ഇടാം. അപ്പം ഞാനിപ്പോൾ ഇട്ട ഫോട്ടോ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ SK ആശുപത്രിയിൽ മോക്ക് 2 മാസം പോലും തികഞ്ഞില്ല. ഞാൻ ഓടിച്ചാടി വന്നത് അമ്മൂമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടി ഡോക്ടർ രാത്രി ഉറക്കക്കുളി വരെ കൊടുക്കേണ്ടി വന്ന്. അപ്പൂപ്പനില്ലാത്തതുകൊണ്ട് അമ്മൂമ്മ ചെറുതായിട്ട് നല്ല ഡിപ്രഷൻ എന്ന് പറയാം. അമ്മാരി ഡിപ്രഷനല്ല, ഡെയിലി കരച്ചിൽ, ഡെയിലി സ്ട്രെസ്സ്. ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ അമ്മൂമ്മ ഇങ്ങനെ പോയി ഇങ്ങനെ സ്ട്രെസ്സാക്കിയാൽ അവസാനം അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പോലും പറ്റത്തില്ല. ഒരാൾ പോയതിൻ്റെ സങ്കടം എനിക്ക് ആ വീട്ടിൽ കയറി അപ്പൂപ്പ ഇല്ലാത്തതിന് എനിക്ക് ഓരോ തവണയും തിരിഞ്ഞ് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ഒരു വേദനയില്ല. എന്നെ ലാസ്റ്റ് വരെ മക്കളെ വാ, നീ എന്നെ നമ്മളെ നോക്ക്, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ എല്ലാം നിങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഞാൻ ഇവിടെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയാലല്ലേ എനിക്ക് നിങ്ങളെ ഇവിടെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയത്. ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ നിന്നാൽ പോരായിരുന്നോ? ഞാൻ ക്യാൻറ്റീനിൽ പോയത് എനിക്ക് എൻ്റേതായ രീതിയിൽ ഓരോ. തൻവി സാധാരണ ഒരു പണക്കാരൻ്റെ വീട്ടിലെ ഒരു പേരക്കുട്ടിയെ പോലെയല്ല, ഒന്നും അറിയാതെ വളരെ വാത്സല്യത്തിൽ അങ്ങനെ വളർന്നു പോയ ഒരു കുട്ടിയല്ല. ആ കുട്ടിയുടെ ഓർമ്മ എത്തുന്നതിന് മുമ്പ് തന്നെ പാരൻസ് പിരിഞ്ഞു പോയി, രണ്ടുപേരും പുനർവിവാഹിതരായിട്ട് പോയി എന്നുള്ളതാണ് അതിലൊരു ഏറ്റവും വലിയൊരു ട്രോമ. രണ്ടുപേർക്കും 2-3 കുട്ടികളായി അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ ഇവളുടെ ഏകാന്ത ബാല്യത്തിന് ഏറ്റവും കൂടുതൽ തണലുണ്ടായത് ഈ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് തന്നെയാണ്. അവരവിടെ വാത്സല്യത്തോടു കൂടി വളർത്തി പഠിപ്പിച്ചു. ഒരുവിധമായപ്പോൾ അവൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞു. അവിടെ പോയി അവിടെയും ആ കുട്ടി ചെയ്ത ജോലി ഒരു കെയർ ടേക്കിംഗ് ആണ്. പ്രായമായവരെ ശുശ്രൂഷിക്കുക, അതിലവരുടെ മലമൂത്ര വിസർജനം നീക്കം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കണം എത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് അവളുടെ ലൈഫ് ഫോം ചെയ്യാനായിട്ട് കാനഡയിൽ പോയി വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ജോലി ചെയ്ത് കൂട്ടി വെച്ച് വീടുണ്ടാക്കാനും കനേഡിയൻ പൗരത്വം നേടിയെടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. അതവരിപ്പോൾ റീസെൻ്റ്ലി അറിയിച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വീട് ഉണ്ടാക്കാനായിട്ട് എക്സ്ട്രാ ജോലി ചെയ്ത് അതൊക്കെ ഇങ്ങനെ സേവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഗ്രാൻഡ് പാരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അവസാന സമയത്ത് അവർ ഇവിടെ ഇരുന്നോട്ടെ എൻ്റെ അടുത്ത്. അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി. അതിനിടയിൽ അവരുടെ വ്യക്തിജീവിതം പോലും
ഭർത്താവിൽ നിന്ന് അവരകന്നു പോകുന്നു. ഈ സമയത്തൊന്നും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവരുടെ അമ്മ പോലും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ആ ട്രോമയൊക്കെ അവർ തനിയെ നേരിട്ട് ഒരു മകനെയും കൊണ്ട് ഈ കാനഡയിൽ തന്നെ ജീവിച്ചു. വീണ്ടും മകന് വേണ്ടി അവർ ഭർത്താവിനെ ക്ഷണിക്കുന്നു, ഭർത്താവും അവരും കൂടി വീണ്ടും ജീവിക്കുന്നു, അതിലൊരു കുഞ്ഞുണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേരക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നതിൽ ഒരു പകുതി ശരിയായിരിക്കാം. എനിക്ക് സ്വത്തിൽ വലിയ സ്വത്ത് വേണ്ട, ഞാൻ ഈ സ്വത്തൊക്കെ ഉപേക്ഷിച്ചു, അതുകൊണ്ടാണല്ലോ ഞാൻ കാനഡയിൽ പോയി, അല്ലെങ്കിൽ എനിക്കിവിടെ നിന്നാൽ പോരെന്ന് അവർ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലെ സ്വത്ത് കിട്ടിയ ആർക്കും കയ്ക്കൊന്നുമില്ല. ഇപ്പോൾ അവർ ഈ പെട്ടെന്ന് വരാൻ കാരണം തന്നെ എന്തുകൊണ്ടാണ്? സ്വത്ത് മാത്രമല്ല, അവരുടെ അമ്മൂമ്മയുടെ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ നോക്കൂലേ, ഒരു മൂത്ത മകളും കുട്ടികളും ഒക്കെ അപ്പുറത്തുണ്ടായിട്ടും ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അധികമാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഏറ്റവും വിഷമമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരെ നോക്കാൻ നിന്നിരുന്ന ഒരു ജോലിക്കാരി ഇവരുടെ ഏതോ വിലപ്പെട്ട 2-3 സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി എന്ന് കൂടി പറയുന്നുണ്ട്. ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനത് എന്തോ ഭാഗ്യമാണ് അല്ലേ. എന്തൊക്കെ പറഞ്ഞതിൻ്റെ പേരിലായാലും സ്വത്തിൻ്റെ പേരിൽ സ്വന്തം അമ്മയെ ഒരു കയ്യകലത്തുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാതെ ഡാൻസും പാട്ടും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളുടെ ലോകത്ത് കഴിയുന്നു. ഈ അമ്മ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്കൊരു കോള് പോലും ചെയ്യാൻ ആരുമില്ല മക്കളെ. തികച്ചും ഏകാന്തമായിട്ട് അവരെങ്ങനെ ജീവിച്ച സ്ത്രീയാണ് അല്ലേ. ഭർത്താവ് നല്ല സമ്പാദിച്ച് അവർ സന്തോഷമായിട്ട് മൂത്ത മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആ മകൾക്ക് 4 പേരക്കുട്ടികളുണ്ടാവുന്നു. രണ്ടാമത്തെ മകളെ വിവാഹം കഴിക്കുന്നു. അതിലുള്ള പേരക്കുട്ടിയെയാണ് അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. അതാണ് ഈ തൻവി. എന്തായാലും അവസാന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഈ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ തീർച്ചയായിട്ടും ഇനി അമ്മൂമ്മയെ വിട്ടു പോവില്ല, ഞാനിവിടെ നിൽക്കും എന്നുള്ള രീതിയിൽ തൻവി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് പറയുന്നു. കാര്യം എനിക്കൊന്നും നോക്കാൻ പറ്റാതെയായി ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് മെയിൻലി വന്നത്. പിന്നെ ഇനി പാർട്ട് 2-ൽ ഞാൻ സെക്കൻഡ് റീസൺ എന്താണ് ഞാൻ ഇവിടേക്ക് മൂവ് ചെയ്തത് മീൻസ് 100% ഞാൻ ഇപ്പോൾ മൂവ് ചെയ്തിട്ടില്ല. 1 ഇയർ എന്തായാലും ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. അപ്പോൾ എൻ്റെ അമ്മൂമ്മ നല്ല ഹാപ്പിയാണ് ഞാൻ വന്നതിൽ. എന്തായാലും നമ്മൾ വന്ന് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചോക്ലേറ്റിൻ്റെ കവർ കാണുമ്പോഴത്തെ ഒരു സന്തോഷത്തിലാണ് അവർ കാര്യം മൂടിപ്പൊതിഞ്ഞ് പറഞ്ഞത്. അതായത് ഞാനിനി മുത്തശ്ശിയുടെ ഒപ്പം ഉണ്ടാവും, ഏകദേശം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യമൊക്കെ ആയില്ലെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കും. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ, ഒരു ശക്തി, ഞങ്ങളുടെ നാട്ടിൽ നിന്നാലും ഇനി കുഴപ്പമില്ല, എനിക്കും ഭർത്താവിനും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അവരെത്തിയത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും അവരുടെ അപ്പൂപ്പൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വില്ല് പുറത്തു വന്നു. വില്ല് എന്ന് പറഞ്ഞാൽ മരണപത്രം. ആ മരണപത്രം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അടക്കം ഓരോ കോപ്പി സെൻഡായിട്ടുണ്ടാവും. അത് വക്കീൽ കൊടുക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഏക അവകാശി ശരിക്കും പറഞ്ഞാൽ തൻവി ആയിരിക്കും. അതുകൊണ്ടാണല്ലോ തൻവി വളരെ ഭംഗിയായിട്ട് തന്നെ വിദേശത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് താമസിക്കാം എന്നുള്ള ഒരു ചങ്കുറപ്പോട് കൂടി വന്നത്. പ്ലസ് അവർക്ക് ആ ഗ്രാൻഡ് പാരൻസിനോട് അത്യന്തം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു നിഷേധവുമില്ല. പക്ഷേ സ്വത്ത് എന്നുള്ളത് ആർക്കും കിട്ടിയ കക്കിയൊന്നുമില്ല. അപ്പോൾ അമ്മൂമ്മയെ നോക്കാനുള്ള ഒരു ഉത്സാഹം കുറച്ചും കൂടി കൂടുമെന്നുള്ളതാണ്. മക്കളുടെ വേർഷനാണെങ്കിൽ തന്തയും കൂടി സ്വത്തൊക്കെ അവളുടെ പേരിലല്ലേ എഴുതി വെച്ചാൽ ഇനിയിപ്പോൾ പച്ചവെള്ളം കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് ആ അമ്മ തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് ആർക്കും വിളിക്കാനില്ല, ആരും എന്നെ വിളിക്കുന്നില്ല, ആരും നോക്കാനില്ല, ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു മോളെ എന്ന് കയ്യകലത്തൊരു മകളും 4 പേരക്കുട്ടികളുള്ള അമ്മ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ പേരിൽ ഒരുപാട്, പ്രത്യേകിച്ച് ഫാദറിൻ്റെ മരണം വരെ സിന്ധു കൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വരെയും മരണ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും അത് കഴിഞ്ഞുള്ള കർമ്മത്തിൽ പങ്കെടുക്കുകയും സകല കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ ആ വില്ലിനെ പറ്റിയിട്ടൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കിട്ടും. തീരെ കിട്ടാതിരിക്കില്ല, ഒന്നുമില്ലെങ്കിൽ പകുതി, അല്ലെങ്കിൽ 1/3, അല്ലെങ്കിൽ 4/1 ഇങ്ങനെ കിട്ടുമല്ലോ. ഒരു മകളാണല്ലോ. പക്ഷേ അച്ഛൻ സ്വന്തം അധ്വാന ഫലമായിട്ട് ഉണ്ടാക്കിയ ഒരു മുതലായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ കേസിന് പോയേനെ വക്കീൽ മുഖാന്തരം. ഇതിപ്പോൾ സ്വയാർജിത സ്വത്ത് തനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് അയാൾ അധ്വാനിച്ചതായതുകൊണ്ട് തന്നെ അത് ആർക്ക് കൈമാറണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അച്ഛനുണ്ട് എന്നുള്ളതാണ്. വലിയ എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സ് പറയുകയും വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന ആ ലേഡി അവരുടെ സ്വന്തം അമ്മ ഒരു കയ്യകലത്ത് ഉണ്ടായിട്ട് അവരിത്തിരി ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്തെങ്കിലും ഒന്ന് ചോദിക്കാനെങ്കിലും ഒരു ഫോൺ വഴി പോലും അത് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് ആ അമ്മയുടെ വാക്കുന്ന് തന്നെ ഇതാണ്. നമ്മൾ ഈ പറയുന്ന ഈ വലിയ വലിയ വീടുകളിൽ ഉണ്ടാവുന്ന യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. കാരണം അവർക്ക് ഒരുപാട് സ്വത്ത് ഇപ്പം തന്നെ ഉണ്ട്. അവർ ഡിജിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫോണിൽ കൂടെയുള്ള ഇൻകം ത്രൂ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രയും അധികമാണ്. അവർ ടാക്സ് വരെ പേ ചെയ്യുന്ന ടാക്സ് പേയേഴ്സാണ്. എന്നിട്ട് പോലും
കുടുംബസ്വത്തുനിന്ന് എന്നാൽ പിന്നെ ആ കുട്ടി അങ്ങനെ അനാഥമായിട്ട് പോലെ വളർന്നതാണ്, അവൾ അത്രയും ട്രോമ അനുഭവിച്ചിട്ടുള്ളത്, അവളതങ്ങ് എടുത്തോട്ടെ, അത് വിഷയമല്ല. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും നോക്കാനുള്ളൊരു ധാർമ്മികത എനിക്കുണ്ട് എന്നുപോലും ചിന്തിക്കാനായിട്ട് ആ മകൾക്കായില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ലോകത്ത് നടക്കുന്നത്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. വലിയ ആൾക്കാരുടെ കാര്യങ്ങളാവുമ്പോൾ പതുക്കെ പതുക്കെ നമുക്കറിയുള്ളൂ. ചെറിയ ആൾക്കാരുടെ കാര്യമാകുമ്പോൾ അവിടെ ഒരു ബഹളം ഉണ്ടാവും, അയൽവക്കത്ത് എന്താ അതാ തള്ളേനിട്ട് പീഡിപ്പിക്കുകയാണ്, അതിന് സ്വത്തൊന്നും ഇല്ലല്ലോ. ഇതന്നെ, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.